നമ്മൾ ഇന്നിവിടെ ഡയറി ടെക്നോളജിയിലെ മിൽക്ക് പ്രോഡക്ട്സ് ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കുറച്ച് മിൽക്ക് പ്രോഡക്ട്സിന്റെ എക്സാമ്പിൾ പറഞ്ഞ് തന്നെ തുടങ്ങാം. കുറച്ച് മിൽക്ക് പ്രോഡക്ട്സിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പേട, ഐസ്ക്രീം, കേർഡ്, രസഗുള, ഫ്ലേവേർഡ് മിൽക്ക്, ഗീ, പനീർ, കണ്ടൻസ്ഡ് മിൽക്ക് ഇവയെല്ലാം എന്താണ് മിൽക്ക് പ്രോഡക്ട്സിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് സ്പെഷ്യൽ മിൽക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്പെഷ്യൽ മിൽക്കാണ്. അപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ മിൽക്ക് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമ്മൾ പല ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള മിൽക്ക് പാക്കറ്റ് കണ്ടിട്ടുണ്ട് അല്ലേ. ലൈറ്റ് ബ്ലൂ കണ്ടിട്ടുണ്ട്, ഡാർക്ക് ബ്ലൂ കണ്ടിട്ടുണ്ട്, യെല്ലോ കണ്ടിട്ടുണ്ട്, ഓറഞ്ച് കണ്ടിട്ടുണ്ട്. ഇവയുടെയൊക്കെ എന്ത് ഡിഫറൻസ് ആണ് ഫസ്റ്റ് നമ്മൾ കണക്കാക്കുന്നത്? ഫസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് വിലയിൽ വരുന്ന ഡിഫറൻസ് ആണ് അല്ലേ. വിലയിൽ ഡിഫറൻസ് വരണമെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ കണ്ടന്റിൽ വേരിയേഷൻ ഉണ്ടായിരിക്കാം. അതായത് ചിലത് ടോൺഡ് മിൽക്ക് ആയിരിക്കാം, ചിലത് ഡബിൾ ടോൺഡ് മിൽക്ക് ആയിരിക്കാം, ചിലത് സ്റ്റെറിലൈസ്ഡ് മിൽക്ക് ആയിരിക്കാം, ചിലത് വൈറ്റമിനൈസ്ഡ് മിൽക്ക് ആയിരിക്കാം. അപ്പോൾ എന്താണ് ഈ ടോൺഡ് മിൽക്ക് എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ കണ്ടൻസിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. ചിലത് ടോൺഡ് മിൽക്ക് ആയിരിക്കാം, ചിലത് ഡബിൾ ടോൺഡ് ആയിരിക്കാം, ചിലത് സ്റ്റെറിലൈസ്ഡ് ആയിരിക്കാം, ചിലത് വൈറ്റമിനൈസ്ഡ് ആയിരിക്കാം, ചിലത് ഹോമോജനൈസ്ഡ് മിൽക്ക് ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ടോൺഡ് മിൽക്ക്. ടോൺഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ എരുമപ്പാൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പാട് കളഞ്ഞ് അതിൽ പാലിനെ നമ്മൾ വെള്ളമായിട്ട് കൂട്ടിച്ചേർത്തും അതിനെയാണ് നമ്മൾ ഈ ഒരു ടോൺഡ് മിൽക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എരുമപ്പാൽ എടുക്കും. അതിൻ്റെ പാട കളഞ്ഞതിന് ശേഷം നമ്മൾ പാലും വെള്ളവും കൂടെ ചേർത്ത് അതിനെ നീർപ്പിച്ചെടുക്കും. അപ്പം ഇതിൻ്റെ കൊഴുപ്പെന്ന് പറയുന്നത് എന്താണ്? ആ എരുമപ്പാലിൻ്റെ കൊഴുപ്പ് കുറയുകയും അതിൻ്റെ കാൽഷ്യം, പ്രോട്ടീൻ തുടങ്ങിയ പോഷക ഗുണങ്ങൾക്കൊന്നും ഒരു വ്യത്യാസം വരത്തില്ല. കൊഴുപ്പ് കുറഞ്ഞിട്ട് അതിൻ്റെ പ്രോട്ടീൻ, കാൽഷ്യം കണ്ടന്റ് ഒക്കെ അസിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യും. അതിനെയാണ് നമ്മൾ ടോൺഡ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ടോൺഡ് മിൽക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എരുമപ്പാലിൽ പാട കളഞ്ഞ് അതിൻ്റെ പാലും വെള്ളമായിട്ട് നമ്മൾ മിക്സ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ കൊഴുപ്പ് കുറയ്ക്കുകയും അതിൻ്റെ പ്രോട്ടീൻ, കാൽഷ്യം തുടങ്ങിയ പോഷകങ്ങളൊക്കെ അസിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെയാണ് ടോൺഡ് മിൽക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ. ഇനി നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് കണ്ടന്റ് ആയിരിക്കും. ടോൺഡ് ആയിരിക്കാം, ഡബിൾ ടോൺഡ് ആയിരിക്കാം, സ്റ്റെറിലൈസ്ഡ് ആയിരിക്കാം. അപ്പോൾ ഈ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ മിൽക്കിനെ ഹൈ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യാണ്. ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ മോർ ദാൻ 100 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്യാണ്. എന്തിനാണ് നമ്മൾ ഈ മോർ ദാൻ 100 ഡിഗ്രി സെൽഷ്യസ് മിൽക്കിനെ ഹീറ്റ് ചെയ്യുന്നത്? അതിലുള്ള ബാക്ടീരിയാസിനൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോർ ദാൻ 100 ഡിഗ്രി സെൽഷ്യസ് മിൽക്കിനെ ഹീറ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെറിലൈസ് ചെയ്ത മിൽക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഒരുപാട് നേരം സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് ഈ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്. ദെൻ ഡബിൾ ടോൺഡ് മിൽക്ക്. ഡബിൾ ടോൺഡ് മിൽക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഡബിൾ ടോൺഡ് മിൽക്കിൽ ഫാറ്റിൻ്റെയും കലോറിയുടെയും കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. അതായത് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പ്രിഫറബിൾ ആയിട്ടുള്ള മിൽക്കാണ് ഡബിൾ ടോൺഡ് മിൽക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 1.5% മാത്രമാണ്. ഹാർട്ട് ഡിസീസ് ഒക്കെ സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ബെറ്റർ ഓപ്ഷനാണ് ഈ ഡബിൾ ടോൺഡ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ സ്പെഷ്യൽ മിൽക്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് ഈ സ്പെഷ്യൽ മിൽക്സ്? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ മിൽക്ക് എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഫാറ്റ് കണ്ടന്റ്, അതിൻ്റെ SNF കണ്ടന്റ് ഒക്കെ അനുസരിച്ചിട്ട് മിൽക്കിനെ നമുക്ക് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് സ്പെഷ്യൽ മിൽക്ക്. സ്പെഷ്യൽ മിൽക്ക് തന്നെ പലതരം ആകാം. ഫ്ലേവേർഡ് ആകാം, സ്റ്റെറിലൈസ്ഡ് ആകാം, വൈറ്റമിനൈസ്ഡ് ആവാം, കോൺസെൻട്രേറ്റഡ് മിൽക്ക് ആകാം. അപ്പം നമ്മൾ എന്താണ് ടോൺഡ് മിൽക്ക് എന്ന് നോക്കി. ടോൺഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എരുമപ്പാലിൽ പാട കളഞ്ഞ് പാലും വെള്ളവും കൂടി നമ്മൾ മിക്സ് ചെയ്ത് അതിൻ്റെ കൊഴുപ്പ് കുറച്ച് അതിൻ്റെ കാൽഷ്യവും പ്രോട്ടീനും ഒക്കെ അസിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ടോൺഡ് മിൽക്ക് എന്ന് പറയുന്നത്. ഡബിൾ ടോൺഡ് ആകുമ്പോൾ അതിൻ്റെ ഫാറ്റിൻ്റെയും കലോറിയുടെയൊക്കെ കണ്ടന്റ് വളരെ കുറവായിരിക്കും. ഡബിൾ ടോൺഡ് മിൽക്കിൻ്റെ ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 1.5% ആയിരിക്കും. ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും ഡബിൾ ടോൺഡ് മിൽക്ക് എന്ന് പറയുന്നത്. ദെൻ സ്റ്റെറിലൈസ്ഡ് മിൽക്ക്. സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മിൽക്കിനെ ഹൈ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് എബോവ് 100 ഡിഗ്രി സെൽഷ്യസ് കണ്ടിന്യൂസ് ഹീറ്റ് ചെയ്യാണ് ബാക്ടീരിയാസിനൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്റ്റെറിലൈസ്ഡ് മിൽക്ക് റൂം ടെമ്പറേച്ചറിൽ ഒരുപാട് നേരം സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും.
അപ്പോൾ ഈ സ്പെഷ്യൽ മിൽക്സ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് മിൽക്ക് കാണും. അതെന്ന് പറയുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതി, അതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ്, SNF കണ്ടൻറ്റ് വെച്ചിട്ട് വേരി. അപ്പോൾ ഈ SNF എന്ന് വെച്ചാൽ എന്താണ്? SNFിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ സോളിഡ് നോട്ട് ഫാറ്റ്. അതെന്ന് പറയുന്നത് മിൽക്കിൻ്റെ ന്യൂട്രിയൻ്റ് പോർഷൻ ആയിരിക്കും. മിൽക്കിലെ മിൽക്ക് ഫാറ്റും വാട്ടർ കണ്ടൻറ്റും ഒഴിച്ച് ബാക്കിയുള്ള കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് മിനറൽ പോർഷനെയാണ് നമ്മൾ SNF എന്ന് പറയുന്നത്. SNF എന്ന് പറയുമ്പോൾ സോളിഡ് നോട്ട് ഫാറ്റ് ആണ്. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ മിൽക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെഷ്യൽ മിൽക്സിൽ പല കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓരോ കാറ്റഗറിനെയും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റെറിലൈസ്ഡ് മിൽക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ മിൽക്കിനെ കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ചെയ്യാണ്. എബോവ് 100 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്ത് അതിൻ്റെ ബാക്ടീരിയസിനെയൊക്കെ നമുക്ക് കില്ല് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇതാണ് സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെറിലൈസ്ഡ് മിൽക്കിന് FSSA സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് FSSAI സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്? FSSAI എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു FSSAI സ്റ്റാൻഡേർഡ് പ്രകാരം സ്റ്റെറിലൈസ്ഡ് മിൽക്കിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മിൽക്കിനെ കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ചെയ്യും. 150 into 120 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്യും. 15 മിനിറ്റ് വരെ നമ്മൾ അതിനെ ഹോൾഡ് ചെയ്യും. അല്ലെങ്കിൽ 130 to 150 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഹീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ അതിനെ ഒരു അസെപ്റ്റിക് പാക്കേജ്, അതായത് പ്രീ സ്റ്റെറിലൈസ്ഡ് പാക്കേജ് സ്റ്റോർ ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിൽ നമുക്ക് ലോങ് പീരീഡ് ഓഫ് ടൈം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പം FSSAI സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഡെഫിനിഷനാണ് നമ്മളിപ്പോൾ നോക്കിയത്. എന്താണ് FSSAI സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്? ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ അത് പ്രകാരം ഈ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? മിൽക്കിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യും. either 115 to 120 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 മിനിറ്റ്സ് ഹീറ്റ് ചെയ്യും. അല്ലെങ്കിൽ 130 to 150 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ കണ്ടിന്യൂസ് ഹീറ്റ് ചെയ്തതിന് ശേഷം അതിനൊരു അസെപ്റ്റിക് എന്ന് പറയുമ്പോൾ പ്രീ സ്റ്റെറിലൈസ്ഡ് പാക്കേജിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്ത മിൽക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ലോങ് പീരീഡ് ഓഫ് ടൈംസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി 2 ടൈപ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഉണ്ട്. ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ ഉണ്ട്, UHT സ്റ്റെറിലൈസേഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ എന്ന് നോക്കാം. ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മിൽക്കിനെ 115 to 120 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്യും. അപ്പോൾ ഹീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? സാനിറ്റൈസ് ചെയ്ത് ബോട്ടിലേക്ക് മിൽക്ക് ഫില്ല് ചെയ്ത് വയ്ക്കും. ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഇവിടെ സ്റ്റെറിലൈസേഷൻ പെർഫോം ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതിനെ റൂം ടെമ്പറേച്ചറിൽ വെച്ച് കൂൾ ചെയ്യാൻ പറ്റും. ഇതാണ് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. 2 ടൈപ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഉണ്ട്. ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ ഉണ്ട്, UHT സ്റ്റെറിലൈസേഷൻ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ ആണ്. അപ്പോൾ ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം മിൽക്കിനെ നമ്മൾ 115 മുതൽ 120 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്യും. 15 മുതൽ 20 മിനിറ്റ് ഹോൾഡ് ചെയ്ത് അതിനെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ചെയ്യുന്നത്? സാനിറ്റൈസ് ചെയ്ത ബോട്ടിലായിരിക്കും ഈ മിൽക്ക് ഫില്ല് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ സ്റ്റെപ്പ് പെർഫോം ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതിനെ റൂം ടെമ്പറേച്ചറിൽ കൂൾ ചെയ്യാൻ പറ്റും. ഇതാണ് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് UHT സ്റ്റെറിലൈസേഷൻ ആണ്. UHT സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ മിൽക്കിനെ 135 മുതൽ 150 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്യും. ഇതിനെ ഹീറ്റ് ചെയ്ത്, അതായത് ഇതിനെ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അസെപ്റ്റിക് ആയ പാക്കേജിലേക്ക് മാറ്റുന്നത്. അസെപ്റ്റിക് പാക്കേജ് എന്ന് വെച്ചാൽ എന്താണ്? പ്രീ സ്റ്റെറിലൈസ്ഡ് പാക്കേജിലേക്ക് മാറ്റുന്നത് നമ്മൾ ഇതിനെ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷമാണ്. മുന്നേ നമ്മൾ എന്താണ് പഠിച്ചത്? ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷനിൽ മിൽക്ക് നമ്മൾ സാനിറ്റൈസ് ചെയ്ത ബോട്ടിൽ ഫില്ല് ചെയ്തതിന് ശേഷമായിരിക്കും 115 മുതൽ 120 ഡിഗ്രി സെൽഷ്യസിൽ അതിനെ ഹീറ്റ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ കൂൾ ചെയ്യുന്നതാണ് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ. ഇവിടെ വരുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത്? ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മിൽക്കിനെ 135 to 150 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്യും. സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അതിനെ അസെപ്റ്റിക് പാക്കേജിൽ, അതായത് പ്രീ സ്റ്റെറിലൈസ്ഡ് പാക്കേജിലേക്ക് മാറ്റുന്നത്. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ 2 ടൈപ്സ് ഓഫ് സ്റ്റെറിലൈസേഷനിൽ ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ്റെ ഡീറ്റെയിൽ സ്റ്റെപ്സ് ആണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷനിലെ ഡിഫറെൻറ്റ് സ്റ്റെപ്സിൻ്റെ ഒരു ഫ്ലോ ഡയഗ്രമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് റിസീവിങ് മിൽക്ക് എന്ന് പറയുന്ന സ്റ്റെപ്പ്. എന്താണ് ഈ റിസീവിങ് മിൽക്ക് എന്ന് പറയുന്നത്? മിൽക്ക് നമുക്ക് എന്താണ്, ഒരു ഡയറി പ്ലാന്റിൽ നിന്നായിരിക്കും വരുന്നത്. ആ ഒരു മിൽക്ക് എങ്ങനെയായിരിക്കണം? ഫ്രഷ് മിൽക്ക് ആയിരിക്കണം. അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5 ഡിഗ്രി സെൽഷ്യസിൻ്റെ താഴെ ആയിരിക്കണം. അതാണ് പ്രിഫറബിൾ എന്ന് പറയുന്നത്. നമ്മൾ പാലിൻ്റെ വെയിറ്റ് എടുക്കും, അതിൻ്റെ സാമ്പിൾ ചെയ്യും, ടെസ്റ്റ് ചെയ്യും. ഇതെല്ലാം കൂടിയാണ് നമ്മൾ മിൽക്ക് റിസപ്ഷൻ എന്ന് പറയുന്നത്. ഇനി മിൽക്ക് റിസപ്ഷന് ശേഷം എന്താണ്? മിൽക്ക് റിസപ്ഷന് ശേഷം വരുന്ന സ്റ്റെപ്പാണ് കൂളിംഗ് ഫോർ 5 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ബൾക്ക് സ്റ്റോറേജ്. അപ്പോൾ മിൽക്ക് റിസീവ് ചെയ്തതിന് ശേഷം, മിൽക്ക് റിസപ്ഷന് ശേഷം പെട്ടെന്ന് തന്നെ എന്താണ്, മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ മിൽക്കിനെ എന്താണ് 5 ഡിഗ്രി സെൽഷ്യസിൽ കൂൾ ചെയ്യും, ദെൻ ബൾക്ക് സ്റ്റോറേജ് ചെയ്യും. അതിനുശേഷം വരുന്ന തേർഡ് സ്റ്റെപ്പാണ് പ്രീ ഹീറ്റിംഗ്. നമ്മൾ എന്താണ് 35 to 40 ഡിഗ്രി സെൽഷ്യസ് പ്രീ ഹീറ്റ് ചെയ്യും. ദെൻ വരുന്നതാണ് ഫിൽട്രേഷൻ ഓർ ക്ലാരിഫിക്കേഷൻ. അപ്പോൾ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മിൽക്കിലുള്ള ഫോറിൻ പാർട്ടിക്കിൾസിനെ ഫിൽറ്റർ യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഫിൽട്ടറേഷൻ എന്ന് പറയുന്നത്. ദെൻ ക്ലാരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മിൽക്കിലെ ഫോറിൻ പാർട്ടിക്കിൾസ് നമ്മൾ ക്ലാരിഫയേഴ്സ് യൂസ് ചെയ്ത് റിമൂവ് ചെയ്യണതാണ് ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം 5th സ്റ്റെപ്പ് വരുന്നതാണ് കൂളിംഗ് ടു 5 ഡിഗ്രി സെൽഷ്യസ്. ദെൻ അടുത്ത സ്റ്റെപ്പാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അതായത് മിൽക്കിൻ്റെ ഫാറ്റ്, SNF കണ്ടന്റ് ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ലീഗൽ സ്റ്റാൻഡേർഡിന് അനുസൃതമാക്കണം. അതിനെയാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം പ്രീ ഹീറ്റിംഗ് ചെയ്യാം. അതായത് ഹോമോജനൈസേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മിൽക്കിനെ 60 ഡിഗ്രി സെൽഷ്യസ് പ്രീ ഹീറ്റ് ചെയ്യും. എന്താണ് ഈ ഹോമോജനൈസേഷൻ എന്ന് പറയുന്നത്? മിൽക്കിന് ഫാറ്റ് സെപ്പറേഷൻ ഇല്ലാതിരിക്കുക, അതായത് ക്രീം ലെയർ ഫോർമേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഹോമോജനൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ക്ലാരിഫിക്കേഷൻ ചെയ്യും അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ്. ക്ലാരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഹോമോജനൈസ് ചെയ്ത മിൽക്കിൽ എന്തെങ്കിലും സെഡിമെന്റ്സ് അടിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാരിഫിക്കേഷൻ സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത്. ക്ലാരിഫിക്കേഷൻ സ്റ്റെപ്പിന് ശേഷം വരുന്ന 10th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫില്ലിംഗ് ആൻഡ് ക്യാപ്പിംഗ് ആണ്. ഫില്ലിംഗ് ആൻഡ് ക്യാപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബോട്ടിൽ വാഷ് ചെയ്യുന്ന മെഷീൻ യൂസ് ചെയ്തിട്ട് ബോട്ടിൽ ക്ലീൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം ബോട്ടിലേക്ക് എന്താണ് മിൽക്ക് ഫില്ല് ചെയ്യും. മിൽക്ക് ഫില്ല് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷനിൽ സ്റ്റെറിലൈസിങ് സ്റ്റെപ്പ് പെർഫോം ചെയ്യുന്നത്. സ്റ്റെറിലൈസിങ് എന്താണ്? ഹീറ്റിംഗ് മിൽക്ക് എബോ 115 to 120 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 to 20 മിനിറ്റ്. സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം കൂളിംഗ് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ കൂളിംഗ് ആൻഡ് സ്റ്റോറേജ് ചെയ്യും. ഇതാണ് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം ആണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഓരോന്നും എന്താണെന്ന് നോക്കി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസീവിങ് മിൽക്കാണ്. അപ്പം റിസീവിങ് മിൽക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? മിൽക്ക് ഒരു ഡയറി പ്ലാന്റിൽ നിന്നായിരിക്കും വരുന്നത്. അത് ഫ്രഷ് മിൽക്ക് തന്നെ ആകണമെന്നില്ല. അപ്പോൾ ഫ്രഷ് മിൽക്കാണോ നമ്മൾ ചെക്ക് ചെയ്യണം. അത് 5 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണെങ്കിൽ അത് പ്രിഫറബിൾ ആയിരിക്കണം. നമ്മൾ പിന്നെ പാലിൻ്റെ വെയിറ്റ് എടുക്കും, സാമ്പിൾ എടുക്കും, അതിന് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇതിനെല്ലാം കൂടെ ചേർത്ത് വരുന്ന സ്റ്റെപ്പിനെയാണ് നമ്മൾ റിസപ്ഷൻ ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം മിൽക്ക് റിസപ്ഷൻ ചെയ്തതിന് ശേഷം അതിൽ മൈക്രോബിയൽ ഗ്രോത്ത് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യും? 5 ഡിഗ്രി സെൽഷ്യസിൽ കൂൾ ചെയ്യും. ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ ഹീറ്റിംഗ് ആണ്, അല്ലേ? 35 to 40 ഡിഗ്രി സെൽഷ്യസ് പ്രീ ഹീറ്റ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ഫിൽട്രേഷൻ ഓർ ക്ലാരിഫിക്കേഷൻ. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മിൽക്കിലുള്ള ഫോറിൻ പാർട്ടിക്കിൾസിനെ ഫിൽറ്റർ യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുന്നതിനെ ഫിൽട്രേഷൻ എന്ന് പറയും. ക്ലാരിഫയർ യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുന്ന ഫോറിൻ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്നതിനെ ക്ലാരിഫിക്കേഷൻ എന്ന് പറയും. ദെൻ കൂളിംഗ് ടു 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ സ്റ്റാൻഡർഡൈസിങ് ആൻഡ് സ്റ്റോറേജ്. അതായത് നമ്മൾ മിൽക്കിൻ്റെ ഫാറ്റ് കണ്ടന്റ്, SNF കണ്ടന്റ്. എന്താണ് SNF എന്ന് പറയുമ്പോൾ? സോളിഡ് നോട്ട് ഫാറ്റ്. മിൽക്കിലെ മിൽക്ക് ഫാറ്റും വാട്ടർ കണ്ടന്റും ഒഴിച്ചിട്ടുള്ള പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസിനെല്ലാം നമ്മൾ SNF എന്ന് പറയുന്നത്. അപ്പോൾ SNF കണ്ടന്റ്സ് എല്ലാം ലീഗൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ അതിന് ആ ഒരു രീതിയിലേക്ക് മാറ്റും. അതിനുശേഷം നമ്മൾ പ്രീ ഹീറ്റിംഗ് ചെയ്യും. അതായത് ഹോമോജനൈസേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് 60 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യും. ഹോമോജനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫാറ്റ് സെപ്പറേഷൻ ഇല്ലാതിരിക്കാൻ, അതായത് ക്രീം ലെയർ ഒന്ന് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റെപ്പാണ് ഹോമോജനൈസേഷൻ. ദെൻ നമ്മൾ ക്ലാരിഫിക്കേഷൻ ചെയ്യും. ഹോമോജനൈസ്ഡ് മിൽക്കിൽ എന്തെങ്കിലും സെഡിമെന്റ്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാരിഫിക്കേഷൻ സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത്. 10th സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഫില്ലിംഗ് ആൻഡ് ക്യാപ്പിംഗ്. നമ്മൾ ബോട്ടിൽ വാഷ് ചെയ്യുന്ന മെഷീൻ യൂസ് ചെയ്തിട്ട് ബോട്ടിൽ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്ത് സാനിറ്റൈസ്ഡ് ബോട്ടിലേക്ക് നമ്മൾ മിൽക്കിനെ ഫില്ല് ചെയ്യും. അങ്ങനെ മിൽക്കിനെ ഫില്ല് ചെയ്തതിന് ശേഷമാണ് സ്റ്റെറിലൈസേഷൻ പെർഫോം ചെയ്യുന്നത്. അതാണ് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ
സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. 115 to 120 ഡിഗ്രി സെൽഷ്യസിൽ 15 to 20 മിനിറ്റ്സ് അതിനെ ഹീറ്റ് ചെയ്തതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ കൂളും സ്റ്റോറേജും ചെയ്യും. ഇത്രയാണ് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ. അപ്പോൾ നമ്മൾ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് നോക്കി. അതിൽ 2 ടൈപ്സ് ഓഫ് സ്റ്റെറിലൈസേഷനിൽ ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ എന്താണെന്ന് നോക്കി. ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് വരുന്നതാണ് UHT സ്റ്റെറിലൈസേഷൻ. UHT സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മിൽക്കിനെ 135 to 150 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഹീറ്റ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം അതിനെ അസെപ്റ്റിക് ആയ, അതായത് പ്രീ സ്റ്റെറിലൈസ്ഡ് പാക്കേജിലേക്ക് മാറ്റുന്നതിനെയാണ് UHT അല്ലെങ്കിൽ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മിൽക്ക് പ്രോഡക്ട്സ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ സ്പെഷ്യൽ മിൽക്സ് എന്താണെന്ന് നോക്കി. ദെൻ സ്റ്റെറിലൈസ്ഡ് മിൽക്ക്, അതിൽ 2 ടൈപ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ, ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ, UHT സ്റ്റെറിലൈസേഷൻ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തു. ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഒരു ഫ്ലോ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ നോക്കി. അതിൻ്റെ UHT സ്റ്റെറിലൈസേഷൻ നോക്കി. ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. Thank you.